എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അതാ കിട്ടിയ പൈനാപ്പിളായിട്ടൊക്കെ ഞങ്ങൾ വീട്ടിലോട്ട് പോയാണ്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കുരുമുളകൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ച കാലമൊക്കെ മറന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ചേച്ചിയാണ് കുരുമുളകായിരുന്നാലും മഞ്ഞളായിരുന്നാലും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ കുരുമുളക് നിറയെ നിൽപ്പുണ്ട്. പിന്നെ ഇതൊന്ന് പാകം റെഡി ആയിട്ടൊക്കെ വരുമ്പോഴേക്കും ഒരു സമയം എടുക്കും. അതുവരെ ഉള്ള കുരുമുളക് ഇപ്പോൾ വീട്ടിൽ സ്റ്റോക്കാണ്. പൊടിയായിട്ടും കുരുമുളകായിട്ടും ഒക്കെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് വീട്ടിൽ. ഭയങ്കര കൊതു, അവിടെ നിൽക്കാൻ വയ്യ. കൊതു എന്ന് വെച്ചാൽ ഭയങ്കര കൊതു. കുറച്ച് മഞ്ഞളുണ്ടെങ്കിൽ അതൊക്കെ വെട്ടണമെന്നും പറഞ്ഞാണ് അങ്ങോട്ട് പോയത്. പക്ഷെ മഞ്ഞളിന് സമയമായില്ലെന്ന് ചേച്ചിയും എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ്. പക്ഷെ നമുക്ക് എന്നാലും ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ, ഒന്ന് നോക്കി എങ്ങാനും മഞ്ഞൾ അതിൻ്റെ മൂട്ടിലുണ്ടോ എന്ന് നോക്കിയപ്പോൾ മഞ്ഞളൊക്കെ ഉണ്ട്, പക്ഷെ അത് സമയമായില്ല. അതുപോലെ തന്നെ കൂവ ചിലപ്പോൾ ചേച്ചി പറയുന്നത് കൂവ കാണുമെന്ന്. കൂവ നമ്മുടെ അവിടെയും ഉണ്ടായിരുന്നു. പിന്നെ കോലിഞ്ചി കിട്ടി. ഞാൻ കോലിഞ്ചി കണ്ടിട്ടേ ഉള്ളൂ, ഇതുവരെ എനിക്ക് കോലിഞ്ചിയെ പറ്റി അത് ധാരണയില്ല ഇരുന്ന്. അപ്പോൾ കോലിഞ്ചി ഒരെണ്ണം എടുത്ത് അത് ഞാൻ ആ മണ്ണ് മാറാനായിട്ടെ ഇട്ടത്. പിന്നെ നോക്കിയാലും നാട്ടിൻപുറമല്ലേ, ഒരുപാട് സംഭവങ്ങൾ കിട്ടും. നേരത്തെ കശുവണ്ടി പറങ്ങണ്ടി എന്നാണ് നമ്മളെ നാട്ടിൽ പറയുന്നത്. ആ സംഭവം ഇവിടെ ചുടാനായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ ചുട്ട പറങ്ങണ്ടി കഴിച്ച കാലവും കണ്ട കാലവും ഒക്കെ മറന്ന്. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഏരിയയിലൊക്കെ കുറേ പറങ്കി മാവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ വീടിന് അതിരിലുണ്ടായിരുന്നു. അപ്പുറത്തെ പേരടക്കാര് നമ്മുടെ ഇവിടെ അതിരുണ്ടല്ലോ, അപ്പൊ ആ അതിരിൽ ഒരു പറങ്കി മാവ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഏരിയയിൽ, നമ്മുടെ ഏരിയയിലെ പറങ്കി മാവ് കാണാനേ ഇല്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ആ ഏരിയയിൽ ഈ സംഭവമൊക്കെ ഇപ്പൊ അന്യാധീനപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ കാണുമ്പോഴേക്കും ഇതിനെപ്പറ്റിയൊക്കെ അറിയാന്നുള്ളതുകൊണ്ടാണ് നമുക്കിത് കാണുമ്പോൾ ഇത്രയും വീണ്ടും ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെന്റ്. പക്ഷെ ഇവിടെ കുറച്ച് പറങ്ങേണ്ടി ഇപ്പൊ ചുട്ടെടുത്തെങ്കിലും എല്ലാം നല്ലതല്ല. എന്നാലും അങ്ങ് ചുട്ടാൻ ഇത് ഈ ഒരെണ്ണത്തിന് മാത്രമേ കാണുള്ളൂ. ഇതൊന്ന് നോക്കാം. ഇങ്ങനെ ചുട്ട് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടും. മക്കളെ അവിടെ നിന്ന് പോലെ ഞാൻ കണ്ടില്ല. പക്ഷെ ഇതിലൊന്നും ഒന്നുമില്ല, അതൊക്കെ എല്ലാം കരിഞ്ഞു പോയി. അതിൽ കറക്റ്റ് ആ സംഭവം അല്ലായിരുന്നു. ഇതൊന്നും ഒന്നുമില്ല, അത്രയും കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. ഒരെണ്ണമാണ് ചേച്ചി കിട്ടിയത് പറയല്ലേ, അത്രയും കരിഞ്ഞു. അതാ നല്ലതല്ലായിരുന്നു കേട്ടോ. ഒരെണ്ണം കിട്ടിയത് ഞാൻ തോന്നുന്നു. ഒരെണ്ണം തന്നെ. ചേച്ചി എന്തോന്ന് പറഞ്ഞ ഉണ്ടോ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞു? നമ്മൾ പോയിട്ട് വരാം. നമ്മളെ ഇവിടെ ഇതൊരു ബേളം ഇവിടെ പട്ടി ആരാ? ഞാൻ ഇപ്പൊ അവിടെ കിടന്ന് ഗേറ്റിന്റെ അവിടെ കിടന്ന് കുരയ്ക്കുന്നതുണ്ട്. നമ്മളിപ്പോ ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ കുളം കാണാനായിട്ട് പോണതാണ്. എനിക്ക് ഇതുവഴി പോയാൽ പിന്നെ അതുവഴി പോ. കേശു എവിടെ പോണു? കേശു കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ട് കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരു കളിയരങ്ങിൽ നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ തിരി തെളിയും.
മഴവില്ലിൻ കൂടാരത്തിൽ പോകാം ആരും കാണാ പുലരികൾ കാണാം. അതാണ്ട് ഈ ഒരു സംഭവം ഞാൻ ഇവിടെ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ട് ചെടിച്ചട്ടിയിൽ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇപ്പൊ അത് സുനിതേച്ചി കേശു കേശു വെള്ളം പോണ വഴിയാണ്. ഓ ചാലാണല്ലേ ഇവിടെ. ഓടരുത്, അച്ഛൻ പറഞ്ഞ കേട്ടല്ലേ. ഇനി നമ്മൾ ഇവിടെ അത്രയും റബ്ബർ കാടാണ്, ഇതിന്റെ ഇടയിൽ കൂടെ ആണ്. ഇതിങ്ങോട്ടല്ലേ ചേച്ചി മറ്റേ ചാത്ത് നടയിൽ പോണതല്ലേ. മിണ്ടാതെ പോടാ, കുറെ ആൾക്കാരുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ വഴി പോകുമ്പോ. കേശൂരാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴ് മറ്റേ മഞ്ഞുമൽ ബോയ്സിൽ അവർ ഗുണാക്കേവിൽ വീണില്ലേ, ആ ഒരു ഓർമ്മ. അതാണ് കേശു ഇവിടെ കിടന്നിങ്ങോട്ട് മേളം കാണിക്കുന്നത്. ഇങ്ങനത്തെ വഴികളൊന്നും കേശുവിന് അറിഞ്ഞൂടല്ലോ. അയ്യോ, എനിക്ക് ശകലം പോലും തേര് കയറാൻ വയ്യ കേട്ടോ. കേശു കയറിയപ്പോ ഞാൻ കിതയ്ക്കുന്നു. സൗണ്ട് കേശൂരാ, സൗണ്ട് ഞാൻ ബഹളം വെച്ച് പോവല്ലേ കേശു. ഓടാതെ പോ. ഇവിടെ നിന്ന് താഴോട്ട് ചേച്ചി. നമ്മള് കുളത്തിൽ പോണെങ്കിൽ ഒരു വീടാണ്. ചേച്ചിക്ക് നടക്ക ഇങ്ങനെയൊക്കെ നടന്നതല്ലേ. അയ്യൊക്കെ ഏതാണ്ട് ഒരു പൈനാപ്പിൾ കഴിക്കുന്നു ചേച്ചി കുട്ടാ. ചേച്ചി ഇതാണ്ട് പൈനാപ്പിൾ കഴിക്കണം. ഒരെണ്ണേ ഉള്ളല്ലേ. നല്ലതാ. ഒന്നും ആയില്ല, ഒന്നും ആയില്ല, പിഞ്ച് ഒന്നും ആയില്ലെന്ന്. ഒന്നും ആയില്ല, കാണാൻ പറയല്ലത്. ഇവിടെയൊക്കെ പൈനാപ്പിൾ തന്നെ. ഇതിലൊന്നും കാച്ചില്ലല്ലേ. ഈ പൈനാപ്പിൾ ഒന്നിൽ ഒരെണ്ണേ വരുള്ളൂ ചേച്ചി. ഇവിടെയൊക്കെ ഉണ്ട് പൈനാപ്പിള്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര പശുവാ. അതാണ്ട് ഇവിടെയൊക്കെ കോലിഞ്ചി നിക്കല്ലേ. ഇത് കോലിഞ്ചി അല്ലേ? അതാണ്ട് ഇതൊക്കെ കോലിഞ്ചിയാണ്. പൊതുവേ ഉള്ളു. മഴ വീണാഴ്ച വെള്ളം തടഞ്ഞു നിൽക്കുന്നു. അങ്ങ് താഴത്തെ കുഴി. തറയെ നോക്കിപ്പോ. കണ്ട കേശുവിന് സുഭാഷിനെയൊക്കെയാണ് ഓർമ്മ. ഈ വീട് വെച്ചോണ്ടിരിക്കുന്നത്. എന്തൊരു സാധനം. തൊട്ടാവടി ഓ, നമ്മളെ എന്തോന്നാ കാണിച്ചു തരാന്നും പറഞ്ഞ അമ്മയും മോനും കൂടെ അല്ലേ കേശുക്കുട്ടാ കൊറേ സമയം കൊണ്ട് നടത്തിക്കാണ് ഇതുവഴി. അതുവഴി പോകായിരുന്നു. തള്ളിയിടും തോന്നുന്നു മക്കളെ. ചേച്ചി ഇത് ഊറ്റാണോ പറഞ്ഞത്? ഇവിടെ നിന്നൊക്കെ ഊറ്റുവെള്ളം വരുന്നുണ്ട്. വയലെത്തിയില്ലേ. അപ്പൊ ഞങ്ങള് നടന്നു കിടന്ന് എന്തായാലും വയല് കണ്ടിട്ടുണ്ട്. അയ്യോ ചേച്ചി എന്തോന്ന് ചേച്ചി ചക്ക പല ഷേപ്പിൽ നിക്കണത്. പൂച്ചക്കുട്ടിയെ കണക്ക് നോക്കട്ടെ കേശുക്കുട്ട. പൂച്ചക്കുട്ടിയെ കണക്കുള്ള ചക്കകള് എവരുടെ നാട്ടിൽ വന്നാലും ഇതൊക്കെ കാണാൻ പറ്റുമോ? ഇനി അടുത്ത് വേണ്ട. എന്തായാലും ഇങ്ങനത്തെ ഷേപ്പില് ചക്ക ഞാൻ കണ്ടിട്ടില്ല. മറ്റേ നമ്മളെ ടീ ചെയിനിലേക്ക് ഓരോന്നിങ്ങനെ തൂക്കിയിട്ടേക്കുമല്ലോ, അതുപോലെ ഇരിക്കും. ഇതില് മുകളിലോട്ടുള്ളതൊക്കെ മുകളിലോട്ട് ഒരു ചക്കയ്ക്ക് മാത്രമേ നല്ല ഷേപ്പ് ഉള്ളൂ. ബാക്കി എല്ലാ ചക്കയുടെ ഷേപ്പ് ഉണ്ട്. ഇവിടുന്ന് ചക്ക പഴുത്തതാ ഇവിടെ അത്രയും വീണ് കിടക്കുന്നു. ഞങ്ങളിത് എന്ത് വില കൊടുത്ത് വാങ്ങിക്കുന്ന സംഭവം എന്നറിയാമോ? നാട്ടുവഴികള്. വേണ്ട കോലിഞ്ചി ഇവിടെ അത്രയും കോലിഞ്ചി തന്നെ ഇരിക്കാലട്ടാ. കണ്ടിട്ടില്ലേ? വേണ്ട കേശു കണ്ടിട്ടില്ല. നോക്കളെ ഈ അട്ട കേശു കണ്ടിട്ടില്ല. ഇതിന് വലിയ അട്ട ഉണ്ടോ? ഇതിന്റെ പനരും നോക്കണേ വലിയ. നോക്കട്ടെ കേശു നോക്ക. വെള്ളത്തിൽ ഇറങ്ങട കട ഇറക്കാനെ കൊണ്ട് ഇനി ഉരുട്ടിയിടാം. അതൊക്കെ ഇറങ്ങ. വെള്ളത്തിന്റെ സൗണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം. കുളമുണ്ട്. കുളം തന്നെ. കുളത്തുനിന്നാണ് ഈ വരുന്നത് വെള്ളം. കുളത്തുനിന്നാണ് ഈ വെള്ളം വരണത്. നില്ല 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 കേശുന
കേശുവിനെ ഇങ്ങനെയല്ല കേട്ടെ. കണ്ണ നില്ല് അമ്മ കേട്ടെ. നീ അവിടെ നില്ല്. ഓ സുഭാഷ് ഇവിടെ. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് കയറാനേ മനസ്സിലായിരുന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു. തണുത്ത വെള്ളം തന്നെ ഐസ് പോലത്തെ വെള്ളവും നല്ല സൂപ്പറായിരുന്നു. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു വെള്ളം വീഴുന്നത്. പക്ഷെ ഞാനിങ്ങനെ മൈക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ചുറ്റുമുള്ള ഒരു ഡിസ്റ്റർബൻസ് സൗണ്ടും ഒക്കെ അങ്ങ് ഒഴിവായിപ്പോവും. അതുകൊണ്ടാണ് ആ വെള്ളം ചാടി വരണതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റാത്തത്. ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് എനിക്കായാലും കേശുവിനായിരുന്നാലും അങ്ങോട്ട് കയറാനേ വയ്യ. നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല എന്താ പറയുക ശുദ്ധ വെള്ളമല്ലേ, നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിരുന്നു. പിന്നെ കുറേ നേരം അവിടേക്ക് നിന്നിട്ടാണ് പോയത്. ഒരു വെള്ളച്ചാട്ടമായിരുന്നു. ഞങ്ങള് ഇവിടെയൊക്കെ നല്ല ചവിട്ടുമ്പോ ഇങ്ങനെ താഴും എന്ന് തോന്നണില്ല. ആ രീതിയിലുണ്ട്. ചേച്ചിയല്ലേ നടന്ന് 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 ഈ വീട്ടില് ഈ വെള്ളമാണ് അങ്ങോട്ട് വരുന്നത്. പോണത്. കുളത്തിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന വെള്ളം അത്. നോക്കട്ടെ കേശു, വെള്ളം പോണത് ഇവിടെ ഇറങ്ങൂലേ? അത് ഊറ്റ് ഈ വെള്ളമാണ് അവിടെ വന്നത്. കേശു കുളിക്കാൻ. കേശു കുളിക്കണാക്കളെ. കിണറല്ലേ, കുളം തന്നെ. ഇല്ല, തള്ളിയിടൂല. കുളമാണ്. അതിന് മോട്ടർ വെച്ചാണ് ഇവര് വെള്ളം എടുക്കണല്ലേ. നോക്കടാ കുളം. നോക്കടാ കേശുട്ടാ. കുളം എന്ന് പറയുമ്പോ പിന്നെ ആഴൂടാ മണ്ട. അതുകൊണ്ട് മോട്ടർ വെച്ചിരിക്കുന്നു. മോൾ ഇന്നലെ വന്നാ? നിങ്ങൾ കുടിക്കാനൊക്കെ ഇത് തന്നെയല്ലേ? മോട്ടർ വെച്ചിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ. ഇവിടെ നിന്ന് കാണുമ്പോ കിണർ പോലെ ഇരിക്കും, പക്ഷെ കിണറല്ല, അത് കുളമാണ്. അതിൽ നിന്നാണ് അവര് മോട്ടർ വെച്ച് എല്ലാത്തിനും വെള്ളം എടുക്കുന്നത്. ഇന്നാണ്. അപ്പൊ ഇത് പറ്റൂലല്ലേ? നല്ല ഇതിന്റെ തുടക്കം ഇവിടെ തന്നെ. ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പോണേ അല്ലേ? അല്ല, മുകളിൽ നിന്ന് വരണതല്ല. ഈ വീട്ടിൽ അവരുടെ സകല ആവശ്യങ്ങൾക്കും കുടിക്കാനായിരുന്നാലും കുളിക്കാനായിരുന്നാലും എല്ലാം ഈ ഒരു സ്ഥലത്ത് നിന്ന് ചെറിയൊരു കുളം പോലെയുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് മോട്ടോർ വെച്ച് അവർ വെള്ളം എടുക്കണതെന്ന്. പക്ഷെ നല്ല ശുദ്ധ വെള്ളമല്ലേ. ഈ വെള്ളമാണ് നമ്മൾ നേരത്തെ ഒഴുകി അങ്ങ് പോയത് കണ്ടത്. കേശു വെള്ളമോ? കേശു കേശുവിന്റെ നാത്തൂനാണ്, സഹോദരന്റെ. ഇന്നലെ വന്നത്. നമുക്കിനി ഇതുവഴി പോവാം. സുഖം തന്നെ. ചേച്ചി ഇങ്ങോട്ടല്ലേ വീട്? നമ്മളിവിടെ അങ്ങോട്ട്. നമുക്ക് ഇതുവഴി റോഡ് വഴി കറങ്ങി പോണേ. അല്ലേ എന്തുകൊണ്ട് വെള്ളം അതുവഴി അങ്ങനെ 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 അങ്ങ് തന്നെ. നമ്മൾ അന്ന് പോയതല്ലേ. നോക്കട്ടെ വെള്ളം പോണത്. ഒരു കുളമാണ്. നിധിന്ന് അവര് മോട്ടോർ വെച്ചിട്ടാണ് ഇവിടെ നിന്നാണ് വെള്ളം വീട്ടാവശ്യത്തിനൊക്കെ എടുക്കുന്നത്. കൊള്ളാം കേട്ടാ. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. അത്രയും ഇങ്ങനെ ഊറ്റ് തന്നെ. അവിടെ അത്ര നോക്കിയാലും ഊറ്റ് 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 തന്നെ. നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഈ കൊള്ളായിരുന്നു അല്ലേ? നിങ്ങൾ അവിടെ പോരാ. എന്തുകൊണ്ടാ എന്തൊക്കെ? അപ്പൊ കണ്ട അവിടെയൊക്കെ ആ വീടുകളിലെല്ലാം ആ കുളത്തിൽ നിന്നാണ് വെള്ളം എടുക്കണം. ഇവിടെ നല്ല വെള്ളച്ചാട്ടം കേശു കിട്ടാൻ ഒഴുക്കുണ്ട്. കേശു വെള്ളം കാണുമ്പോഴത്തേക്ക് ഇരുന്നോടത്ത് അങ്ങ് ഒഴുകി അങ്ങ് പോകും. അങ്ങ് വെള്ളം അങ്ങ് കൊണ്ടുപോകുന്നത്. ഇവിടെ അവിടത്തെ പോലെ അല്ല, നല്ല വെള്ളമുണ്ട്.
കണ്ടപ്പോ ഇരിക്കണ വേണ്ട, അമ്മ എടുത്തിട്ട് ഇറങ്ങാം. കേശു നോക്കട്ടെ ഒരു വാഴക്കൊല്ല നിൽക്കുന്നത്. കേശുവിനെ ഞാൻ ഇറക്കാം. നീ നില്ലേ, നീ നിക്കാതെന്ത്? അതെ നല്ല തോർന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് കയറായിരുന്നു കേശുവിന് അന്ന് കണ്ണന്. നീ തിരിച്ചെങ്ങനെ പോയി ഡ്രസ്സില്? വെള്ളാമോ കേശു? ഇങ്ങോട്ടോ? ഇവിടെയാണ്. ഇവിടെ കുറച്ച് പാറയുണ്ട്. നമ്മള് കലക്കി കേട്ടാ വെള്ളം, നല്ല വെള്ളമായിരുന്നു. നമ്മളാണ് അത്രയും കലക്കിയത് വെള്ളത്തിന്. കൊള്ളാമോ? ഇങ്ങോട്ട്. ആ കേശു തിരിച്ച് കയറണമെങ്കിൽ കയറ്. കേശുന് പേടിയായി. മതി. നാടായ നാടുകൾ ചുറ്റിക്കാണായ കാഴ്ചകൾ കാണാൻ പേരാറ്റിനക്കരയക്കരെ. അപ്പൊ ഇതിന്റെ സൈഡിലൊക്കെ ഞാൻ അതിപ്പോ നീന്തി വരും കാലില് കിറുക്കാൻ. അവിടെ ആ ഹോട്ടലിലൊക്കെ അത് ഇറങ്ങി പോണം. പോയാടി ഇല്ല അവിടെ ഉണ്ട്. പിടിച്ച് മക്കളെ, അത് നീ കൈയോട് പിടിക്കാൻ പറ്റൂല. ഒരു കമ്പിട്ട് എടുത്ത് കുത്തി നോക്ക്. നോടക്കണ കമ്പ് അത് പോയി. ഇല്ല അവിടെ ഉണ്ട്. എന്നെ കൂടെ തള്ളിയിടാതെ. നീ എന്റെ ഒരു കൂടെ തള്ളിയിടല്ലേ കേശു. എന്റെ കാല് ചവിട്ടല്ലേ കേശു. അവൻ താഴെ വെള്ളത്തിൽ ചവിട്ടാതെ എന്റെ കാലില് ചവിട്ടി നിക്കാണ്. നിക്കുന്ന വെള്ളം ഇത് ആ കണ്ട വെള്ളമാണ് ആയിച്ച. ആ വെള്ളമല്ലേ? ഓ അവിടുന്ന് കണ്ടപ്പോ മുട്ട പോലെ കിടക്കണത്. ആ ചെറിയ കുളത്തുനിന്നൊക്കെ കണ്ട വെള്ളം 1:30 മണിയായി. ഒഴുവിത ഇത്രയും വലിയ രീതിയിൽ. എടാ നീ എന്റെ കാല് ചവിട്ടല്ലേ കേശു. പോവാം. പോവാം. വാ ഇവിടെ വേറെ ഉണ്ടെങ്കി വാ. അപ്പൊ ഇത് നല്ല തണുത്ത വെള്ളം അതങ്ങനെ അങ്ങ് ഒഴുകി പോവേടാ. എന്റെ സൈഡിലൊക്കെ ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ. കേശുവിന് കുറച്ച് സമയം നിന്നപ്പോ ചെറിയൊരു പേടി വന്നു. കേശുവിന് വെള്ളം ഒത്തിരി പേടിയാണ്. കൂടെ പോയി കര നിന്നൊരു പൂവാലൻ തുമ്പി. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. നമ്മളവൻ കാലക്ക് വിട്ടു. ഇനി വീട്ടിൽ പോണ്. ഇവിടെ അത്രയും വാഴത്തോട്ടം. തുമ്പി പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി. വാഴത്തോട്ടൊക്കെ എനിക്ക് പാള കിട്ടിയില്ല. രണ്ട് പാള കിട്ടി എനിക്ക് വേണം. പാള കണ്ട് മഴയത്ത് മീൻ വരുന്നോണ്ട് അടങ്ങുന്നടി. അത് പോയി. ചീത്തായി. കേശു ചെരുപ്പിട്ടാ. കേശു എന്റെ കാലിൽ ചവിട്ടി നിന്ന് കാല് വേദന എടുക്കുന്നു. ഞണ്ടും കിട്ടിയ ഞണ്ട് കിട്ടി. നോക്കിയാണ് ചക്കകള് നിക്കണ മണ്ണ് വെച്ചുള്ള കയറുകള് ഇഷ്ടം പോലെ ചക്ക. മണ്ണ് വെച്ചുള്ള അത് വീടാണോ? വീട് വിറവ് വരാം. ഇവിടെ അത്ര സാധാ മണ്ണ് വെച്ചിരിക്കുന്നു. മണ്ണ് തന്നെ വെച്ചേക്കുന്നത്. മഡ് ഹൗസ്. നമ്മള് വയനാട് പോയപ്പോ അല്ല ഇത് മഞ്ഞളാണ്. ശരി, മഞ്ഞൾ നിക്കണൊക്കെയാണ് ഇവിടെയൊക്കെ. ഇതൊക്കെ ആരും എടുക്കൂലേ? വിടണോ? വരുമുണ്ടോ? മഞ്ഞൾ ഉണ്ടാകുന്ന നമുക്ക് മഞ്ഞൾ ഉണ്ടാന്ന് നോക്കാം. കുറച്ചുകൂടെ നീങ്ങില്ല മക്കളെ. നമ്മള് വീടെത്തി. നമ്മള് പോയത് ഇതുവഴിയായിരുന്നു. നമ്മള് പോയിട്ട് കറങ്ങി അതുവഴി കറങ്ങി. ഇന്നൊക്കെ വെള്ളത്തിൽ കൊണ്ട് ഇറക്കിയാ തിരിച്ചു കയറും. നോക്കി ഇറങ്ങ്. അങ്ങനെ വൈകുന്നേരമായി. ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ കേശുവിന് സ്കൂളിൽ പോകണം. അപ്പോൾ അമ്മ ഇവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ പോണത്. പിന്നെ പോവാൻ സമയത്ത് കുറേ ചക്ക മാങ്ങ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെമ്പരത്തി വരിക്കയെന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയണത്. അപ്പോൾ ആ 2 ചക്ക ഇത് പഴുപ്പിക്കാൻ വേണ്ടിയാണ് തന്നത്. ഇളഞ്ഞ ചക്കയായിരുന്നു. അപ്പോൾ ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാം നേരത്തെ തന്നെ കാറിൽ കയറ്റി വെച്ചാൽ പിന്നെ പോവാൻ നേരത്തുള്ള ആ ഒരു വെപ്രാളമൊക്കെ അങ്ങ് ഒഴിവാക്കാമല്ലോ. മിക്കവാറും ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ മറന്നു വെച്ചിട്ട് പോകും. അപ്പം നമുക്കിനി ഓടി വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം നേരത്തെ എല്ലാം പാക്ക് ചെയ്ത് അങ്ങ് കാറിലാക്കണത്. ചിലപ്പോൾ നമ്മൾ പകുതിയിൽ ഇവിടെ നിന്ന് പോയിട്ട് കുറച്ച് അങ്ങോട്ട് ദൂരോട്ട് പോകുമ്പോഴായിരിക്കും ചേച്ചിയുടെ വിളി വരണത്, അയ്യോ ഇത് ഈ സാധനം ഇവിടെ ഇരിക്കണമെന്ന്. പിന്നെ തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് എല്ലാം സമാധാനത്തോടെയൊക്കെ അങ്ങ് കാറിലാക്കിയാൽ പിന്നെ പോവാൻ നേരത്ത് എന്തെങ്കിലും ഒന്നും കൂടെ അങ്ങ് ചെക്ക് ചെയ്തങ്ങ് പോവാമല്ലോ.
അപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ എല്ലാം എന്താ കാറിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. വരിക്കച്ചക്ക, പിന്നെ കൂഴച്ചക്ക എല്ലാം വെട്ടി അതിനകത്ത് വെച്ചിട്ടുണ്ട്. ശീമച്ചക്കകളുണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്, പിന്നെ കുരുമുളക്, എണ്ണ എല്ലാം ആയിട്ട് പഴുത്ത ചക്ക ഇറുത്തതുണ്ട്. അപ്പോൾ ഇനി കുറച്ച് വയണയില എടുക്കണം, നമുക്ക് ചെന്നിട്ട് കുമ്പളപ്പൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ വയണയില അവിടെ കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അങ്ങനെ ഇവിടെ നല്ല വലിയ ഇലയൊക്കെ നിൽക്കുന്ന കൊണ്ട് ഞങ്ങളിനി അതും കൂടെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് കയറി പോവുകയാണ്. പക്ഷെ ഭയങ്കര കൊതു കേട്ടോ, രാവിലെ തന്നെ നമ്മൾ രാവിലത്തെ കൊതു കടിച്ചാൽ പ്രശ്നമുണ്ടെന്ന് പറയുമല്ലോ, അങ്ങനത്തെ ചെറിയ ചെറിയ കൊതുണ്ട്. അപ്പോൾ കേശുവിനെ കൊണ്ട് പോകണ്ട, അവിടെ നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല, കേശു കണ്ണനൊക്കെ പറകുന്നുണ്ട്. അങ്ങനെ വയണയില ഒടിച്ചെടുക്കുകയാണ്. വയണയിലയുടെ ആ ഒരു മണം അടിക്കുമ്പോഴേ ദീപാവലിയും അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാലയൊക്കെയാണ് ഓർമ്മ വരണത്. ആ ഇലയ്ക്ക് തന്നെ ഭയങ്കര മണമല്ലേ. പിന്നെ നമുക്ക് ഈ വയണയില അപ്പം ഉണ്ടാക്കാനൊക്കെ മാത്രമല്ല കേട്ടോ, നമുക്ക് കട്ടൻ ചായയിലിട്ട് കുടിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ പാൽ ചായയിലൊക്കെ നമുക്ക് ഒരല്പം ഇതൊന്ന് ഉണക്കി വെച്ചിട്ട് ഒരു ശകലം ഇല എടുത്തിട്ട് അതിലിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അറിയാമല്ലോ, ബിരിയാണിയിലും മസാലക്കൂട്ടിലൊക്കെ ഈ വയണയില ഭയങ്കര ഒരു പ്രധാനിയാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ കുറച്ച് വയണയില ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ വെള്ളം തിളപ്പിക്കൂല, അപ്പോഴേക്കും ഒരല്പം വയണയില ഇട്ട് തിളപ്പിച്ചാലും നല്ലതാണ്. പിന്നെ ചിക്കൻ വയ്ക്കുമ്പോഴും ബിരിയാണി നേരത്തെ പറഞ്ഞതുപോലെ എന്തിലും ആ മസാലക്കൂട്ടിൻ്റെ കൂടെ ഈ ഒരു ബേ ലീഫ് എന്നും പറഞ്ഞതിൽ കാണുമല്ലോ, അങ്ങനെയൊക്കെ ഇടാനും ഒക്കെ ഇത് ഭയങ്കര നല്ല സംഭവമാണ്. അപ്പോൾ കുറേ വയണയില നിപ്പുണ്ടെങ്കിലും കുറേയൊക്കെ അതിൽ കുത്തും കോമയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല വയണയില നോക്കി അതിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോഴാണ് അവിടെ വട്ടത്താമര ഇല നിൽക്കേണ്ടത്. വട്ടത്താമര ഇലയെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഇല. അപ്പോൾ ആ ഇലയുടെ വലിപ്പം കണ്ടാണ് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയത്. ആ വാലുപോലെ കേശുവുണ്ട്, അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല, അവൻ എൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടിൽ കിട്ടാത്ത സാധനമൊന്നുമല്ല, പക്ഷെ ഇതിൻ്റെ വലിപ്പം കണ്ട് എടുത്തു പോയതാണ്. ഇതാ ഭയങ്കര വലുത്, വാഴയില പോലെ ഉണ്ട് അത്രയും. അപ്പോൾ ഞങ്ങൾക്ക് പോവേണ്ട സമയമായി, ഞങ്ങളിതാ പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ഇനി ചായയൊക്കെ കുടിച്ചിട്ട് പോവാനായിട്ട് ഇറങ്ങണം. അപ്പോൾ ഞാൻ റെഡിയായി, ഇനി അമ്മയും അച്ഛനും ചേട്ടനും ഒക്കെ റെഡി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജോലി അങ്ങ് നേരത്തെ തീർത്ത് വെച്ചാൽ പിന്നെ എനിക്ക് സമാധാനമായിട്ട് പോകാനായിട്ടൊക്കെ ഇറങ്ങാമല്ലോ. പിന്നെ കേശുവിനെയൊക്കെ റെഡിയാക്കി അങ്ങനെ പോകാനായിട്ടുള്ള സമയമായി. നാളെ കേശുവിന് സ്കൂളിൽ പോകണം, നാളെ തിങ്കളാഴ്ചയല്ലേ. അല്ലെങ്കിൽ ഞങ്ങളിവിടെ വന്നാൽ പിറ്റേന്ന് വെളുപ്പിന് ഒരു 4:30 മണി 5 മണിയൊക്കെ ആകുമ്പോഴാണ് പോണത്. അപ്പോൾ ഞങ്ങൾ അങ്ങ് എത്തുമ്പോഴേക്കും 7 മണിയൊക്കെ ആവും. പിന്നെ പോയി കടയൊക്കെ തുറന്നിട്ടാൽ മതിയല്ലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കേശുവിന് 8 മണിയാകുമ്പോൾ സ്കൂളിൽ പോകണ്ടേ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി പോകാനായിട്ട്. കേശു ഇതുവരെ അറിഞ്ഞില്ല അമ്മ വരണില്ലെന്നുള്ള കാര്യം. അതുകൊണ്ട് അമ്മ അങ്ങനെ നമ്മളെ കൊണ്ടാക്കാൻ അങ്ങോട്ടൊന്നും വരാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് കേശു അധികം ശ്രദ്ധിച്ചില്ല അമ്മ പെട്ടെന്ന് വരണില്ല എന്നുള്ള കാര്യമൊക്കെ. എന്തേലും ഒരു സൂചന കിട്ടിയെങ്കിൽ അവൻ അമ്മയും കൊണ്ടേ വരുവുള്ളായിരുന്നു. അവിടെ ബഹളം ഉണ്ടാക്കി അമ്മച്ചി വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടേ വരുവുള്ളായിരുന്നു. പക്ഷേ മോൻ എന്തോ അത് ശ്രദ്ധിച്ചില്ല. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അവൻ ആ കളിയിലും ചിരിയിലും ഒക്കെ അങ്ങ് നിന്ന്. കാറിൽ കയറിയ സമയത്തായാലും അങ്ങനെ തന്നെ അമ്മയും അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് അവൻ ആ ഒരു രീതിയിലായിരുന്നു അങ്ങ് നിന്നത്. വണ്ടി വെളി ഇറക്കട്ടെ. ഓ എല്ലാരും കൂടെ, ഒന്നാമത് വണ്ടിയിൽ സ്ഥലം പോലും ഇല്ല. എല്ലാരും അമ്മ അവിടെ സിറ്റ് ഔട്ടിൽ അവിടെ നിൽക്കുകയാണ്, ഒളിച്ച് നിൽക്കുകയാണ് കേശു കാണാതെ. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും പുറത്തിറങ്ങി പോവാനായിട്ടൊക്കെ റെഡിയായി ഇറങ്ങി. ഇനി വീട്ടിലോട്ട്. അപ്പോൾ ഇനി ഒരാഴ്ചയോളം അമ്മ കാണില്ല, അമ്മ ഇവിടെ ആയിരിക്കും. അത് കഴിഞ്ഞ് അമ്മ ഇനി അങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാറിൽ കയറിയപ്പോഴാണെങ്കിലും ആരും ഒന്നും പറയണില്ല, ഈ ഒരു കാര്യമേ മിണ്ടണില്ല. കേശു എങ്ങാനും അവന് ഓർമ്മ വന്നാലും പിന്നെ അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അവൻ കൊണ്ടേ വരും. അത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. ചേട്ടാ 2 ഫോൺ എടുത്തല്ലേ ഇങ്ങോട്ട്. വീണ്ടും തന്നിരിക്കണേ കണ്ണാ ചേട്ടാ ആ കൂട്ടുകളല്ല അങ്ങ് വരെ എത്തണം. ഗ്ലാസ് അതിലെ പോകാൻ പറ്റും.
അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ വന്നത്. ഇന്നിപ്പോ 4:15 ഇനി തിരിച്ച് വീട്ടിലോട്ട് പോണം. എന്തിനാ മുഖത്ത് കൊതു അടിച്ചിരിക്കുന്ന ചേച്ചിക്കുട്ട? കണ്ട അമ്മ, ഞാൻ കാട്ടിക്കൊണ്ട് പോയെന്നല്ലേ? നീ എന്തിനാ എന്റെ കൂടെ വന്നത്? നീ അല്ലേ വിളിച്ചോണ്ട് ഞങ്ങൾ അമ്മയെ അവിടെ നിർത്തിയിട്ടാണ് വന്നത്. ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. അതാണ് ഞാനും പറയുന്നത്. അല്ല, അത് ക്യാഷ് ഇതുവരെ അത് ശ്രദ്ധിച്ചില്ല. അറിഞ്ഞാൽ ഭയങ്കര വിഷയമായിരിക്കും. ഇതുവരെ അതിനെപ്പറ്റി ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ്. അപ്പൊ കൊറേ ദിവസമായി അവ ഇങ്ങോട്ട് വന്നിട്ട്. ഏകദേശം 1 വർഷത്തോളായെന്ന് പറഞ്ഞ അമ്മ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ അപ്പോഴവിടെ ഒരാഴ്ച ഇവിടെ നിൽക്കണമെന്ന് കുറെ നാളുകൊണ്ട് പറയുന്നു. അങ്ങനെ ഇപ്പൊ ഇനി ഇവിടെ നിൽക്കുകയാണ്. ഒരാൾ ഇതുവരെ അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ എന്തോ കേശു ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ എന്റെ അമ്മയൊക്കെ ഇങ്ങനെ തട്ടയാണ്, ചേട്ടന് വഴക്ക് കുറയാണ്, അവൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇനി അറിഞ്ഞാലുള്ള ആ ഒരു സംഭവം അറിയുമ്പോഴുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അപ്പൊ കേശു എന്തോ അമ്മ ഫ്രണ്ട് ഇരിക്കണമെന്ന് എന്ത് വിചാരിക്കണമെന്ന് അറിയില്ല. അവനിങ്ങനെ ആ ഒരു കാര്യമേ ചിന്തിക്കാതെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാവിലെ ഇവിടെ മഴയായിരുന്നു, പക്ഷെ ഇപ്പൊ വെയിലുണ്ട്, നല്ല അന്തരീക്ഷമായി. അല്ല, കുറച്ച് കഴിഞ്ഞിട്ടല്ല ഇപ്പൊ മഴ കാണാൻ ചേട്ടൻ പഠിച്ചു. ആദ്യം അവ ഇവിടെ ആയിരുന്നു, ഇപ്പൊ ഗവൺമെന്റ് സ്കൂളായി. എന്തുറക്കി? തുളസിയില തിന്നിറക്കി കേശു. നല്ല മോൻ, ഗുഡ് ബോയ്. കേശു സ്കൂളിൽ ടീച്ചറിന്റെ അടുത്ത് എന്തോന്നാണ് പറയാനുള്ളത്? പല്ല് ഒട്ടിയിരിക്കണം. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് എന്തോന്ന് പറയണം ടീച്ചറിന്റെ അടുത്ത്? നമസ്തേ. നാളെ പറയണേ. അതൊക്കെ അവര് കണ്ട് നീ ഇതൊക്കെ ചെയ്തത്. ദേഷ്യമല്ല, ആരാന്തോ പാറയുടെ ഇടയിൽ കൂടെ ഒക്കെ വെള്ളം പറഞ്ഞേട്ടാ. ഇവിടെയൊക്കെ അത്രയും പാറയാണ് കേശു. അവിടുതോ അവിടെ പാറ, ഒരു പാറ ഉണ്ടല്ലോ, അത് ജഡായു പാറ. ഇവിടെയാണ് എല്ലാ സംഭവങ്ങളും. ഇവിടെ ജഡാ ഇവിടെ അല്ല, ജഡായു ഇവിടെ അല്ല, അങ്ങ് ദൂരെയാണ് ജഡായു. ബസ്സിലിരുന്നാ നല്ലതുപോലെ. അല്ല, നമ്മളിപ്പോ ചടയമംഗലം വഴിയാണ് പോണേക്ക് കാണാം. നമ്മൾ അതുവഴി അല്ല പോണത്, നമ്മൾ നിലമേൽ വഴിയാണ് പോണത്. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചു സമയം കേശു ശ്രദ്ധിച്ചതേ ഇല്ല. പിന്നെ പതുക്കെ ചോദിച്ചു തുടങ്ങി. പിന്നെ പെട്ടെന്നാണ് എന്തോ ഓർമ്മ വന്നിട്ട് അമ്മച്ചിയാൻ ചോദിക്കണത് കേശു. അമ്മച്ചിയെ അവിടെ കൊണ്ടാക്കിയിട്ടല്ലേ നമ്മള് വന്നത്. കാലുമായി ആശുപത്രി പോണം. പറഞ്ഞതാണ് അമ്മച്ചിനെ ആശുപത്രി കൊണ്ടുപോട്ട് നോക്കില്ല. നാളെ മോനെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്ക് സമയമില്ല. ഇടിക്കരുത് അതിട്ട്. അച്ഛനെ ശല്യം ചെയ്യല്, ഡ്രൈവറെ ശല്യം ചെയ്യാൻ പാടില്ല. പോട്ടെങ്ങ് വാ കേശേ. എന്ത് ഇത് പറഞ്ഞതാണ് കേശുക്കുട്ടാ? എടാ, അമ്മച്ചി 2 ദിവസം കഴിഞ്ഞിട്ട് വരും മക്കളെങ്കിൽ. അമ്മ കൊണ്ടുവരും. പൊന്നാ, ഇവിടെ ഇരി മക്കളെ. മക്കൾ അച്ഛനെ ശല്യം ചെയ്യില്ലെങ്കിൽ അമ്മച്ചിയെ നാളെ അമ്മ പറയട്ടെ ഇവിടെ ഇരുന്നാണ്. അമ്മച്ചിയെ നാളെ ആശുപത്രിയിൽ നോക്കണം. വയല് നോക്കടാ, വയല് നോക്കടാ. കേശുതോണ്ടാ കൊക്കിരിക്കണം, കൊക്ക് വെള്ളക്കൊക്കും ഉണ്ട് കേട്ടാ. ഇല്ല ഏട്ടാ, ഒന്നും കഴിച്ചില്ല തന്നെ. KFC എനിക്കും കൂടെ വാങ്ങിച്ചു തരണേ ഏട്ടാ. എന്നെ കൂടെ കൊണ്ടുപോവോ? കേശു അങ്ങനെ കുറച്ചു നേരം കരച്ചിലായിരുന്നു അമ്മച്ചിയെ കാണണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ മോനങ്ങ് ഉറങ്ങി. ഇനി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന് മനസ്സിലാവും അമ്മച്ചി അവിടെ നിൽക്കുകയാണ്, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. പിന്നെ അധികം പ്രശ്നമൊന്നും കാണില്ല. ഇപ്പം ഈ കാണിച്ചത് അവിടെ വെച്ച് നമ്മളവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മോന് മനസ്സിലായെന്നുണ്ടെങ്കിൽ അമ്മയെ കൊണ്ടേ വരുവോളായിരുന്നു.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.